രാവിലെ എണീറ്റ് മുറ്റത്തൊക്കെ നോക്കുമ്പോൾ കുറേ ഇല വീണെടുക്കുന്നുണ്ട്. അത് കണ്ടപ്പം തന്നെ മനസ്സാകെ അലങ്കോലമായിട്ടുണ്ട്. അതൊക്കെ അടിച്ച് വാരുണ്ട് എന്നുള്ളത്. ഏതാനും വേണ്ടിയില്ല, വേഗം കുറച്ച് അരി വെള്ളത്തിലിട്ടിരുന്ന് അതെല്ലാം കൂടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ദോശ ചൂടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാട്ടോ. കാരണം പത്തിരിപ്പൊടി 2 ദിവസമായിട്ട് പത്തിരിപ്പൊടി ഇല്ല. അപ്പോൾ പത്തിരിപ്പൊടി ഇല്ലാത്തത് കൊണ്ട് പച്ചരി വെള്ളത്തിലിട്ടായിരുന്നു. അങ്ങനെ അത് വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലോണം മിക്സി ജാറിലിട്ട് അരക്കണം കേട്ടോ. അങ്ങനെ ഓരോ പിടി എടുത്തിട്ട് ഇതാക്കണം നമ്മൾ ജാറിലൊക്കെ എടുത്തിട്ട് കേട്ടോ. അങ്ങനെ ജാറിലൊക്കെ എടുത്തിട്ട് അതിലാവശ്യത്തിനുള്ള വെള്ളം കൂടി പാർന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് അരച്ചെടുക്കട്ടോ. പണികളൊക്കെ ഒരു വിധം കഴിഞ്ഞപ്പോൾ വേഗം എന്ത് ചെയ്തെന്നാ ദോശ ചുടലും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ കഴിച്ചു കൂട്ടിട്ടോ. അങ്ങനെ വേഗം ഷോപ്പിലേക്ക് പോകാണ്ടായിരുന്നു. ഇവിടെ വീട്ടിലൊരു സാധനവും ഇല്ല കേട്ടോ. അപ്പം ഞാൻ പോയാൽ ഒരുവിധം സാധനങ്ങളൊക്കെ ഒരു വിധമൊക്കെ വേഗം വാങ്ങിക്കൊണ്ടുവരും. പിന്നെ അത് തീരുമ്പോൾ പിന്നെ രണ്ടാമത്തെ പോക്ക് പോകും കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോളെയും ഞാൻ കൊണ്ടുവരുന്നു കേട്ടോ. മോളെ കൊണ്ടുപോയാലുള്ള കഥ അറിയുന്നത് ഭയങ്കര കഷ്ടപ്പാടാട്ടോ. കാരണം എന്ന് വെച്ചാൽ ഓക്ക് എന്തെങ്കിലുമൊക്കെ സ്കൂൾക്ക് നമ്മൾ എന്തും വാങ്ങിക്കൊടുക്കില്ല, അത് ഓക്കറിയാം. അപ്പോൾ ഓൾ സ്കൂളിലൊക്കെയുള്ള ആവശ്യത്തിനെന്ന് പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ എടുക്കും കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ബില്ലടിക്കാൻ പോകുമ്പോൾ കുറേ സംഭവങ്ങൾ ഒഴിവാക്കിക്കാളേലാട്ടോ. അങ്ങനെ പിന്നെ ചോറും സംഭവമൊക്കെ അങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയിരുന്ന് അങ്ങനെ വേഗം ചോറും കാര്യങ്ങളൊക്കെ തിന്ന്. പിന്നെ ഇത് മെത്തലാട്ടോ. മെത്തൽ ഞാൻ പൊരിക്കാൻ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൂട്ടി. അപ്പോൾ ഉപ്പേരി പോലെ ആയിപ്പോയിട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കഞ്ഞിയായിരുന്നു കുടിച്ചത്. ഒരു കൂട്ടർ കഞ്ഞിയും കുടിച്ച്. മോക്ക് ഒരു സുഖല്ലായി കായം കൊണ്ട് ഓള് കഞ്ഞിയും കുടിച്ച്, ഞാൻ ചോറും ഇരുന്ന് തിന്നത് കേട്ടോ. അങ്ങനെ നല്ല കുറിയരിക്കഞ്ഞിന്ന് നമ്മളെ മറ്റേതില്ലേ മെത്തല മീനും നല്ല രസമാണല്ലോ അല്ലേ. അങ്ങനെ കുറച്ച് കഞ്ഞിയും ഞാൻ കുടിച്ച് കുറച്ച് ചോറും തിന്നോളും കഞ്ഞി കുടിച്ചിട്ടോ. അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് റേഷൻ കടയിലൊന്ന് പോകാണ്ടായിരുന്നു. അങ്ങനെ റേഷൻ കടയിലൊക്കെ പോയിട്ട് അരിയും സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അരിയും സാധനങ്ങളും അപ്പോൾ അടുത്ത ആളവിടെ ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടിയാണ്. അങ്ങനെ മക്കൾ സ്കൂളിൽ പോകുന്ന ടൈമേ രാവിലെ അവർ ഇതിലാണല്ലോ. അങ്ങനെ പിന്നെ ഇതാക്കണം, ഞാൻ പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം വേഗം ചോറിന് അടുപ്പത്തിട്ട് പച്ചരിയെ കിട്ടിയില്ല, മൂടേരി കിട്ടിയില്ല കേട്ടോ. അതിന് ശേഷം വേഗം പെട്ടെന്ന് തന്നെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ചൂലും എടുത്ത് മുറ്റത്തൊക്കെ ഇറങ്ങിയത് കേട്ടോ. ഇവിടുത്തെ മുറ്റത്തെ പറ്റി നിങ്ങൾക്കറിയാലോ, പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മുറ്റടിക്കാനുണ്ട് കേട്ടോ. ഒരുപാട് മരങ്ങൾ മുൻവശത്തും അപ്പുറത്തെ സൈഡിലും ഒക്കെ. ബേക്ക് വശത്തില്ല കേട്ടോ. പിന്നെ ബേക്ക് വശത്ത് ഷീറ്റും ഇട്ടത്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഏതാനും മുമ്പിൽ ഒരുപാട് ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി അടിച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തീയ പിന്നെ വെള്ളം തിളക്കാൻ തുടങ്ങിയപ്പോൾ ഇതാക്കണ ചോറ് വേഗം അടുപ്പത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഞ്ഞി കുടിച്ചപ്പോൾ കുറച്ച് ഇന്നലത്തെ ചോറുണ്ടായിരുന്നു. അത് അങ്ങനെ മിറ്റവും കുറേ നേരം വൈകി കഴിഞ്ഞു അടിച്ചിട്ടോ. നമ്മളിങ്ങനെ പോയി വന്നതുകൊണ്ട് അങ്ങനെ പിന്നെ പാത്രങ്ങൾ മോറാണ്ടായിരുന്നു. കുറച്ച് വെള്ളം ചോറും കൂടി തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം മോറാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്ന് കഴിഞ്ഞപ്പോൾ വേഗം ചോറും കാര്യങ്ങളൊക്കെ തിന്നായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വേഗം കിച്ചണെല്ലാം കൂടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പോയി വന്ന പച്ചക്കറിയും സാധനങ്ങളും ഇവിടെ ചെരിഞ്ഞിട്ടിട്ടുണ്ട്. പാകമാക്കി ഓരോ ഭാഗത്തൊക്കെ എടുത്ത് വെക്കാനുണ്ട്. കാരണം ഈ കവറിനോട് കെട്ടയച്ച് ഇങ്ങോട്ട് ചെരിഞ്ഞില്ലെങ്കിൽ ഈ മുളകും തക്കാളിയും ഒക്കെ വേഗം കേടായി പോട്ടോ. അത് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ കടയിലെവിടെ പോയി വന്ന പച്ചക്കറിയൊക്കെ വേഗം ചെരിയും. അങ്ങനെ നമുക്കിനി രാത്രിയൊക്കെ കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ തിരക്കിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ വരെ ബൈ.